ഹായ്, ഉച്ചക്കത്തെ കറി എന്നൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചേക്കാന്ന് കരുതിയേ. ഇന്ന് ബീൻസ് മെഴുക്ക് പുരട്ടി മാങ്ങാച്ചാർ വിടുന്നേ. അതിന് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബീൻസ് മെഴുക്ക് പുരട്ടിക്ക് ബീൻസ്, സബോള, തേങ്ങാക്കൊത്ത്. ഇത് ഓയിലൊഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കടുക് ഇട്ട് കൊടുക്കുവാണേ. അതിലോട്ട് ഇത്രയും തേങ്ങാക്കൊത്തെ, ഇത് തേങ്ങാക്കൊത്ത് ഒന്ന് ഇതായിട്ട് വരട്ടെ. ചട്ടി കൂട്ടി വയ്ക്കുവാണേ. മതി, കളർ മതിയേ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സബോള, ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം അരിയാത്തത് കിടന്നു ഇതിനകത്ത്, ഇപ്പോഴതുണ്ട്. ഒരെണ്ണം ഉള്ളതും കൂടെ ഒന്ന് അരിഞ്ഞേക്കാവേ. ഒരെണ്ണം അതിനകത്ത് കിടന്ന് ഞാൻ കണ്ടില്ല, അതും കൂടെ ഒന്ന് ചേർത്തേക്കാം. അതും കൂടെ ചേർത്തു. ഉപ്പിട്ട് കൊടുക്കട്ടെ. ഇത് ഇത്രയും ഇപ്പം ചേർക്കുന്നില്ല, പിന്നെ നോക്കിയിട്ട് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇപ്പം ചേർക്കുവാണ്. ഞാൻ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. അതൊന്ന് മൂടി വെക്കാതെ. അത് മൂടി വെച്ചു. ഇനി നമുക്ക് അടുത്തത് അച്ചാറിടാനായിട്ട് ഓയിൽ വെച്ചു ചൂടാക്കി വെച്ചേക്കുവാണ്. ഇനി അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പോട്ടെ. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തോട്ട് കുറച്ച് ഉലുവ കൊടുക്കുവാണ്. ഉലുവ ഇട്ടു. തീ കുറച്ച് കൊടുക്കുവാണ്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതാണ്, അതും കൂടെ ചേർക്കും. അതൊന്ന് വാടി വരട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ബീൻസ്
ബീൻസ് ഒന്നുകൂടെ വാടി വരട്ടെ. ഇതൊന്ന് വാടി വന്നു. ഞാൻ തീ ഓഫ് ചെയ്തേ, കാരണമേ ഇത് കരിഞ്ഞു പോകും. ഞാൻ എടുത്ത് താഴത്തോട്ട് വെച്ചിട്ടാണ് ഞാൻ മുളകൊക്കെ ചേർക്കുന്നത്. മുളക് പൊടി ഇത്രയും ചേർക്കുക. മുളക് പൊടി കാശ്മീരി ചില്ലി കൂടെ ചേർക്കാം. അടച്ചു വെച്ചു. ലേശം കാശ്മീരി ചില്ലി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും മഞ്ഞൾപ്പൊടി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാകട്ടെ. തീ കത്തിച്ചു. നമ്മളിതിനെ എടുത്ത് ഒന്നും അടുപ്പത്തോട്ട് വെച്ച് തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലോട്ട് ഇച്ചിരി പഞ്ചസാര കൂടെ ആഡ് ചെയ്യുവേ. മധുരം ഒച്ചിരി പുളിയുള്ള മാങ്ങയിൽ ഇത്രയും പഞ്ചസാര. ഞാനിങ്ങനെയാണ് കേട്ടോ അച്ചാറുണ്ടാക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ഞാൻ ഉപ്പിട്ട് വെച്ചേക്കുന്ന മാങ്ങയാണ്. ഇതിൽ പുരട്ടി വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. കുറച്ച് വെച്ചേക്കുവാണ്. ഒരു 2 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് ബീൻസ് നോക്കാം. ബീൻസ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചതച്ച മുളകാണ്. ഇനി ഇങ്ങനെ ഞങ്ങൾ ചേർക്കുന്നത്. സ്പൂണൊന്നും ഇടുന്നില്ല. ഇങ്ങനെയാണ് മുളക് പൊടി ഇടുക. മുളക് പൊടിയല്ല, ചതച്ച മുളക്. ഒരു ലേശം ഒന്നുള്ള പൊടിക്ക് മസാല കൂടി ഇടുക. മിക്സ് ചെയ്ത് കൊടുക്കാതെ ലേശം കൂടി ഇടാം. മുളകില്ല, ലേശം ഇട്ടിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് നോക്കുക. നമുക്കതനുസരിച്ച് ചേർക്കുക. ഈ പരുവത്തിൽ ഇതാക്കണ്ടോ. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്തു. അടച്ചു വെച്ച് നമുക്ക് നമ്മുടെ അച്ചാർ നോക്കാം. അച്ചാർ ഒന്ന് ഇതാക്കി എത്തിയാൽ മതി. വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. അതും റെഡി ആയിട്ടുണ്ട്.
ഇതാ തീ ഓഫ് ചെയ്തു, അടച്ചു വെച്ചു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ ബീൻസ് മെഴുക്കുവരട്ടി അച്ചാറൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.